ഹായ് ഫ്രണ്ട്സ്, ദിൽദേ ക്രിയേറ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ടേസ്റ്റിലൊരു കിടിലൻ മത്തനില തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ. മത്തനില കൊണ്ട് പലതരത്തിലും തോരൻ വയ്ക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു രീതിയിൽ തോരൻ വയ്ക്കുമ്പോഴാണ്. ഞാൻ വയ്ക്കുന്ന ആ ഒരു രീതി നിങ്ങളിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മത്തൻ്റെ ഇല ഇത്രയുമാണ് പൊട്ടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം. ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മത്തനിലയിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കുട്ടികളെ കൊണ്ടൊക്കെ നിർബന്ധമായിട്ടും കഴിപ്പിക്കേണ്ട ഒരു ഇലക്കറി തന്നെയാണ് മത്തൻ്റെ ഇല. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കൂ, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും. തോരൻ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൊച്ചുള്ളിയാണ് കേട്ടോ. വലിയ ഉള്ളിയല്ല, കൊച്ചുള്ളിയാണ് ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയും 2 വറ്റൽമുളകുമാണ്. ഞാനതവിടെ എടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വറ്റൽമുളകും ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ശേഷം ഒരു ചട്ടി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയായിരിക്കും ഒന്നും കൂടി ടേസ്റ്റിന് മുന്നിൽ നിൽക്കുക. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ കൊച്ചുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല പേസ്റ്റ് പോലെ അല്ല കേട്ടോ ഞാൻ ഉള്ളി ഇവിടെ ചതച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടിയിൽ പിടിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടേസ്റ്റും കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളി ഇതാ നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ ഒന്ന് നല്ല മാറിയിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തനില ചേർത്ത് കൊടുക്കാം കേട്ടോ. കൊച്ചുള്ളിക്ക് പകരം വലിയ ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകിന് പകരം മുളക് പൊടിയും ചേർത്തിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിനൊക്കെ എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ഉണ്ടാക്കുമ്പോഴാണ്. മത്തനില ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അതിൻ്റെ ആവി തട്ടിയിട്ട് ആ ഇല ഒന്ന് ചുങ്ങി വരും. ഇല ഒന്ന് ചുങ്ങി വന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ ഉപ്പ് ചേർക്കാറുള്ളത്. നന്നായി ഇളക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് വീണ്ടും തുറന്നിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം. മത്തനിലയിൽ ധാരാളം വിറ്റാമിൻ എ, വിറ്റാമിൻ സി, ഇരുമ്പ്, കാൽസ്യം എന്നിവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനൊക്കെ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് കേട്ടോ. ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഇലയാണ് മത്തനില. മത്തനില കിട്ടുകയാണെങ്കിൽ അത് കറിയായോ ഇതുപോലെ തോരനായോ നമ്മുടെ ഭക്ഷണത്തിൽ നിർബന്ധമായി ഉൾപ്പെടുത്തേണ്ട ഒരു ഇലക്കറി തന്നെയാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ല പോലെ ഇളക്കി നമുക്ക് അടച്ചു വെച്ചിട്ട് വീണ്ടും വേവിക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ തോരൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു തോരൻ വയ്ക്കാൻ നമുക്ക് അധികം ടൈമിൻ്റെ ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒന്നാണ്. ഇടയ്ക്കിടെ തുറന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ് കേട്ടോ. തേങ്ങയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെടണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് മുട്ടയല്ലേ, കോഴിമുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് ചിക്കി എടുത്തു കഴിഞ്ഞാൽ അവർക്കത് ഒന്നും കൂടി ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ ഇതിലേക്ക് കോഴിമുട്ട ഒന്നും ചേർക്കുന്നില്ല, തേങ്ങ മാത്രമേ ചേർക്കുന്നുള്ളൂ. തേങ്ങയും കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കിയെടുത്താൽ നമ്മുടെ മത്തനില തോരൻ ഇവിടെ റെഡിയാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു തോരനും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കുട്ടികളെ കൊണ്ടൊക്കെ എന്തായാലും കഴിപ്പിക്കേണ്ട ഒരു തോരനാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്കും ഒന്ന് ഷെയർ കൂടി ചെയ്യണേ. നല്ല നല്ല വീഡിയോകൾ കിട്ടുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഒരു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. സ്നേഹത്തോടെ ദിൽദേ ക്രിയേറ്റേഴ്സ്. താങ്ക് യു.